നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കലഹത്തിന് കലാശരംഗം. ഉഭയകക്ഷി ചർച്ചകൾക്ക് മുൻപേ കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക്. സ്ഥാനങ്ങൾ രാജിവെച്ച് പുറത്തുപോകാൻ ഇടഞ്ഞുനിന്ന് ജോസഫ് ഗ്രൂപ്പിലെ വിമതപക്ഷത്തിന്റെ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക്. LDF-മായി നാളെ സഖ്യചർച്ച. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള പിളർപ്പ് ഇന്നലെ PJ ജോസഫ് നടത്തിയ അവസാനവട്ട അനുനയ ചർച്ചയും വിഫലമായതിനെ തുടർന്ന് സീറ്റിനെ ചൊല്ലിയുള്ള കലഹത്തിനു പിന്നാലെ പിളർന്നു മാറുന്ന വിമത നേതാക്കൾ ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കും. PJയെ UDF-ൽ ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടുന്ന ഫ്രാൻസിസ് ജോർജിനൊപ്പം ആന്റണി രാജു, ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് എന്നിവരും. ഫ്രാൻസിസ് ജോർജിനും ആന്റണി രാജുവിനും സീറ്റ് നൽകാമെന്ന അനുനയം വിമതപക്ഷം വകവച്ചില്ല. അതേസമയം കേരള കോൺഗ്രസിൽ നിന്നുള്ള വിമതപക്ഷം തുറന്ന നിലപാട് സ്വീകരിച്ചാൽ സ്വീകരിക്കുമെന്ന് CPM. അന്തിമ തീരുമാനം നാളെ LDF നേതാക്കളുമായി വിമതർ നടത്തുന്ന ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം. ജയരാജന് മടക്കയാത്ര. ശ്രീചിത്രയിൽ നിന്ന് P. ജയരാജൻ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. ആരോഗ്യനില തൃപ്തികരമെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് കതിരൂർ കേസ് പ്രതിയായ ജയരാജനുമായി പോലീസ് സംഘം രാവിലെ ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് തിരിച്ചു. മുതിർന്ന CPM നേതാക്കളുടെയും SFI പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ജയരാജന് മുദ്രാവാക്യം വിളികളോടെ യാത്രയയപ്പ്. ജയരാജനെ വൈകുന്നേരത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. കനൽ പോലെ പുറത്തേക്ക്. JNU രാജ്യദ്രോഹ കേസിൽ ഇടക്കാല ജാമ്യം അനുവദിക്കപ്പെട്ട കനയ്യകുമാർ ഇന്ന് പുറത്തിറങ്ങും. 10,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിലും ആൾജാമ്യത്തിലും ഡൽഹി ഹൈക്കോടതി കനയ്യയ്ക്ക് 6 മാസത്തെ ജാമ്യം നൽകിയത് ഇന്നലെ രാത്രിയോടെ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ഇത്തരം നീക്കങ്ങൾക്കെതിരെ മുൻനിരയിലുണ്ടാകണമെന്നും ജാമ്യ ഉത്തരവിൽ കനയ്യയ്ക്ക് കോടതി നിർദ്ദേശം. JNU ക്യാമ്പസിലെ അഫ്സൽ ഗുരു അനുസ്മരണം ന്യായീകരിക്കാനാവുന്നതല്ല. ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും കോടതി. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. വിഭജനത്തിന്റെ വീർപ്പുമുട്ടൽ. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നണികൾ മുന്നൊരുക്കത്തിന്റെ മുൾമുനയിൽ. UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി 7-ന് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും. ഉഭയകക്ഷി ചർച്ചകൾക്ക് നാളെ തുടക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വേണ്ടെന്ന് മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പാണക്കാട്. അധിക സീറ്റ് വേണ്ടെന്ന ലീഗിന്റെ നിലപാട് വെട്ടിലാക്കുന്നത് അവകാശവാദം കടുപ്പിക്കാൻ ഒരുങ്ങുന്ന കേരള കോൺഗ്രസിനെ. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർക്ക് ഇക്കുറി ടിക്കറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിൽ CPM. ഇളവുകൾ ജയസാധ്യത വിലയിരുത്തി മാത്രം. സ്ഥാനാർത്ഥി നിർണയത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് 11-നും 12-നും. VS ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ തീരുമാനം 13-ന് സംസ്ഥാന കമ്മിറ്റിയിൽ. നറുക്കുകാത്ത നിയമം. BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂപ്പർ ക്ലൈമാക്സിന് വഴിയൊരുക്കി O. രാജഗോപാൽ. മത്സരിക്കാനില്ലെന്ന രാജഗോപാലിന്റെ നിലപാടിനെ തുടർന്ന് കുമ്മനത്തിന്റെ സീറ്റിലും തീരുമാനമായില്ല. BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന നേമം സീറ്റിൽ തീരുമാനം അവസാന നിമിഷം മാത്രം. ഇന്നലെ ചേർന്ന പാർട്ടി കോർ ഗ്രൂപ്പ് യോഗത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാൻ തീരുമാനം. കാട്ടാക്കടയിൽ കൃഷ്ണദാസും ചെങ്ങന്നൂരിൽ ശ്രീധരൻ പിള്ളയും മത്സരിക്കും. CK പത്മനാഭന് കുന്നമംഗലത്തും K. സുരേന്ദ്രന് മഞ്ചേശ്വരത്തും ടിക്കറ്റ്. രാജഗോപാൽ കളത്തിലില്ലെങ്കിൽ തങ്ങളും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾ. രാജേട്ടനെ അനുനയിപ്പിക്കാൻ കേന്ദ്ര ഘടകത്തിന്റെ ശ്രമം തുടരും. രാജഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ കുമ്മനവും മാറി നിൽക്കാൻ സാധ്യത. അതേസമയം 70 സീറ്റ് വേണമെന്ന BDJS-ന്റെ ആവശ്യത്തിന്മേൽ സംസ്ഥാന ഘടകത്തിന് കടുത്ത നീരസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.